ആക്രാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പരിപ്പും പാലക്കും വെച്ചുള്ളൊരു കറിയാണ്. നമ്മുടെ ചാനലിൽ തേങ്ങ അരയ്ക്കാത്ത പരിപ്പും പാലക്കിൻ്റെയും കറിയുണ്ട്. ഇത് തേങ്ങ അരച്ച് നമുക്കൊരു പരിപ്പും പാലക്കും കറി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഒരു ചെറിയ ബോളിനകത്ത് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് കഴുകി ഒന്ന് വേവിച്ചെടുക്കണം. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് ഈ ഒരു തക്കാളി അരിഞ്ഞിടുന്നുണ്ട്. അതേപോലെ ഒരു സവാള, കുറച്ച് പച്ചമുളക്, ഇത്രയും സാധനം ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാണ്. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, ഇത് ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ അരച്ച് ചേർക്കാം. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇടുകയാണ്. ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ചാണ്. ഞാനിപ്പോൾ 2-3 വിസിലടുപ്പിക്കുന്നുണ്ട് പരിപ്പ് വേവാൻ വേണ്ടി. ഒരു 3 വിസിലടുപ്പിച്ചെടുക്കാം. പാലക്കിൻ്റെ ഇല ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മഴ സീസൺ ആയതുകൊണ്ട് നിറയെ മണ്ണായിരുന്നു. ഒരു 6-7 പ്രാവശ്യം ഞാൻ കഴുകി ഒരു 15 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു, ഒന്ന് കുതിർന്ന് വരണ മണ്ണൊക്കെ. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അത് നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പാലക്കെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വെന്ത സമയം കൊണ്ട് പാലക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പരിപ്പിലേക്ക് ചേർക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ്. നമുക്കിതിലേക്ക് പാലക്കിട്ടിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക്, വിസിലാകുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്യാം. പാലക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി, ചൂടായാൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, ഇതൊന്ന് വെന്ത് കിട്ടാൻ. പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം കുറവായിരുന്നു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് നോർത്ത് ഇന്ത്യക്കാർ വെക്കുമ്പോൾ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കത്തില്ല. അവർ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. തേങ്ങ അരയ്ക്കാതെ പരിപ്പും പാലക്കൂടെ വെച്ച് വെക്കുന്നത്. ഇത് തേങ്ങ അരച്ച് വെച്ചാണ്. എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന് ഒരു ഫ്രണ്ടുണ്ട്. അവർക്ക് ഈ തേങ്ങ അരച്ച് ഞാൻ ഈ പരിപ്പും പാലക്കും വെക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അവർ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നതിൽ ഇഷ്ടം ഞാനിങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇത് തേങ്ങ അരച്ച് വെക്കുമ്പോൾ. നമ്മുടെ പരിപ്പും പാലക്കും വേകുമ്പോഴേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കണം. തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് അങ്ങനെ ഇട്ടിട്ടില്ല എങ്കിൽ ഇതിനകത്ത് അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി. ഞാനിപ്പം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പച്ചമുളക് എക്സ്ട്രാ ചേർക്കുന്നില്ല. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളുടെ പരിപ്പും പാലക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഫുള്ള്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. നമുക്ക് ആ മിക്സിയുടെ ജാറിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പൊന്ന് ഒഴിക്കണം. ഇതൊന്ന് കുറുകി വരുമല്ലോ, ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും പരിപ്പായുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. അഥവാ എരിവ് കുറവുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇതിലേക്ക് ഈ സമയത്ത് കീറിയിട്ടിരുന്നാൽ മതി. ഇപ്പോൾ എരിവ് കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണ ആണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് ഇതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, നമ്മുടെ കടുക് വറുത്തത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്.
നമ്മൾ കടുക് വറുത്തതിനകത്ത് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കളറിന് വേണ്ടി. മുളക് പൊടിയുടെ കളറാണിത്. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.